13 വർഷത്തോളം ലണ്ടനിൽ താമസിച്ച ശേഷം ന്യൂയോർക്കിൽ ഇപ്പോൾ ഞാൻ എത്തി. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്കുണ്ടായിരുന്ന ആ ഒരു എക്സ്പെക്ടേഷൻ മാറ്റിമറിക്കുന്നതാണ് ഈ ന്യൂയോർക്കിലെ എക്സ്പീരിയൻസ്. കുറേ കാലം ലണ്ടനിൽ താമസിച്ചിട്ടുള്ള ആർക്കും ന്യൂയോർക്കിൽ വരുമ്പോൾ ഈ ഒരു സെയിം എക്സ്പീരിയൻസ് ആയിരിക്കും ലഭിക്കുക. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയൊന്നുമല്ല. എന്നാൽ കേരളത്തിൽ നിന്ന് ഡയറക്റ്റായി അമേരിക്കയിലെ സിറ്റിയിലോട്ട് വരുന്നവർക്ക് വലിയ സന്തോഷമായിരിക്കും. കാരണം അവർ മറ്റ് രാജ്യങ്ങളിൽ പോകാത്തതുകൊണ്ടും ലണ്ടൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ആ ഒരു സാഹചര്യങ്ങളെ എൻജോയ് ചെയ്യാത്തത് കൊണ്ടുമാണ്. ഇപ്പോൾ നമുക്കിവിടെ ഏറ്റവും ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ വാഹനങ്ങളൊക്കെ വലിയ നോയിസ് പൊല്യൂഷനാണ്. ഇപ്പോൾ ലണ്ടനിലൊക്കെ ആണെങ്കിൽ വാഹനങ്ങളൊന്നും ഓണടിക്കില്ല. എമർജൻസിയാണ്, എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുന്ന സമയങ്ങളിൽ മാത്രമാണ് വാഹനം ഓണടിക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ റോഡ് ബ്ലോക്ക് ആണെങ്കിൽ ആ സമയങ്ങളിലൊക്കെ അൺനെസസറി ആയിട്ട് വാഹനങ്ങൾ ഓണടിച്ച് വലിയ നോയിസ് പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് വളരെ കോമൺ ആണ്. അത് മാത്രമല്ല, സ്ട്രീറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സ്ട്രീറ്റൊക്കെ ഇത് ന്യൂയോർക്കിലെ പ്രധാനപ്പെട്ട ടൈംസ് സ്ക്വയർ ആണ്. എനിക്ക് പിന്നെ കാണുന്ന ടൈംസിന്റെ ബിൽഡിംഗ് ആണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇത് ഈ ഒരു ടൈംസിന്റെ പേരിലാണ് ഈ സ്ക്വയർ അറിയപ്പെടുക. ഈ ന്യൂയോർക്ക് ടൈംസിന്റെ ഈ ബിൽഡിംഗ് ഉള്ളതുകൊണ്ടാണ് ടൈംസ് സ്ക്വയർ എന്നറിയപ്പെടുക. അപ്പോൾ ഇതിന് ചുറ്റുവട്ടത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലാൻഡ്മാർക്കാണത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ റോഡിലോട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം ഡേർട്ടിയാണ് ഈ റോഡെന്ന്. കാരണം നമുക്കിതിൽ നടക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ഈ ബാഗ് പോലും നമുക്ക് നിലത്ത് വയ്ക്കാനായിട്ട് പറ്റില്ല. അതേപോലെ വളരെ ഡേർട്ടി ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ന്യൂയോർക്ക് എന്ന് പറയേണ്ടി വരും. കാരണം ഇവിടുന്ന് കുറച്ച് മാറുകയാണെങ്കിൽ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ചെറിയ പാർക്കുകളും നന്നായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിലും സിറ്റി സെൻറ്റർ ഒരു രീതിയിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വളരെ ഡേർട്ടിയാണ്. അതുമാത്രമല്ല, ഇവിടെ ബെഗേഴ്സിൻ്റെ എണ്ണം വളരെ വലുതാണ്. നമ്മളിതിൽ പോകുമ്പോൾ ഒരു മിനിറ്റ് നടക്കുമ്പോഴേക്കും ഒരു 10 പേരെങ്കിലും നമ്മുടെ അടുത്ത് ക്യാഷ് ചോദിച്ചുകൊണ്ട് വരും. അപ്പോൾ അതുപോലെ ധാരാളം ബെഗേഴ്സ്, അതുപോലെ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആളുകൾ വളരെയധികമാണ് ഈ സിറ്റിയിൽ എല്ലായിടത്തും. അത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് ഒരു വശമാണ്. ന്യൂയോർക്കിൽ വരുന്നവർക്ക് ആദ്യം ഫീൽ ചെയ്യുന്നത് ഇതുപോലൊരു നെഗറ്റീവ് ഇംപ്രഷൻ ആയിരിക്കും പലപ്പോഴും ഉണ്ടാവുക. ഒന്നും പറയാനില്ല. നമ്മളിങ്ങനെ ഒരു ഡ്രീം ലാൻഡ് പോലെയാണ് അമേരിക്ക എന്ന് പറയുന്നത്. എനിക്ക് ചെറുപ്പം മുതലേ ഇങ്ങനെ അമേരിക്കയിൽ പോകണം. അമേരിക്ക എന്ന് പറഞ്ഞാൽ എൻ്റെ അങ്കിളൊക്കെ അമേരിക്കയിലുണ്ട്. അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ അമേരിക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം, വലിയൊരു റിച്ച് കൺട്രി, ആകാശമുട്ടയുള്ള വലിയ ബിൽഡിങ്ങുകളൊക്കെയുള്ള ഒരു സ്ഥലം, ഭയങ്കര സ്വർഗ്ഗതുല്യമായ ഒരു അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ ചെറുപ്പം മുതൽ. അപ്പോൾ ഇങ്ങനെ അങ്കിളൊക്കെ വരുമ്പോഴത്തേക്കും അവരിങ്ങനെ ഒത്തിരി സംഭവം, ഒത്തിരി കാശൊക്കെ ഉള്ളവർ. അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരും. അപ്പോൾ നമ്മൾ പറഞ്ഞത് അമേരിക്കയിൽ പോയാൽ അവിടെ ഭയങ്കര സംഭവമാണ്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ലണ്ടനിൽ വന്ന് സെറ്റിലായി. എന്നാലും ലണ്ടനിൽ ഈ ന്യൂയോർക്കിലൊന്ന് ന്യൂയോർക്കിലാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ സിറ്റി വന്നം എന്നൊക്കെ ഓർത്തു. അപ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്തൊക്കെ കാണുന്ന ആ വലിയ ബിൽഡിങ്ങുകളൊക്കെ അതൊക്കെ ട്രൂ ആണ്. അങ്ങനെ കുറച്ച് നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാൻ. 9/11 മെമ്മോറിയൽസ്, ലിബർട്ടി സ്റ്റാച്യു, അത് കാണാനൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇവിടെ സൈക്കില്ലാത്ത ഇതാണ്. ഇപ്പം നിങ്ങൾ കേട്ടല്ലോ ആ നോയ്സ്. ഇവിടെ ഭയങ്കര ഓണടിയാണ്. ഭയങ്കര ആളുകളോട് അധികം റെസ്പെക്റ്റ് ഒന്നുമില്ല. ഒത്തിരി ആളുകളൊക്കെ റൂഡാണ്. നമ്മൾ ഒരാഴ്ചയായി ഞങ്ങളിവിടെ താമസിക്കുന്നു. അതിനോട് ഒത്തിരി സംഗതികൾ നമുക്ക് ഇവിടെ കൂടുതൽ ഇഷ്ടമില്ലാത്ത സംഗതികളാണ് ഇവിടെ. സാധനങ്ങൾക്കെല്ലാം ഭയങ്കര വിലയാണെന്ന് പറയാം. പിന്നെ എല്ലാത്തിനും ടിപ്പ്. നമ്മളൊരു ടാക്സി എടുത്താൽ ആ ടാക്സിക്ക് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ മീറ്റർ എത്താണ്, അതിന് ചിലപ്പോൾ ഒരു $80 ഇരിക്കട്ടെ. അതിൻ്റെ കൂടെ അവർ ഏറ്റവും മിനിമം ഒരു ടിപ്സ് എവിടെയെന്ന് പറഞ്ഞാൽ മിനിമം നമുക്കൊരു $10 കൂടെ ടിപ്സ് കൊടുക്കണം. അത് വലിയൊരു ടിപ്സ് കൊടുത്തില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു കൾച്ചറാണത്. അങ്ങനെയാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. അമേരിക്കയിലും കാനഡയിലും ഒക്കെ ടിപ്സ് കൊടുത്തില്ലെങ്കിൽ അത് വലിയൊരു റൂഡായിട്ട് ഇവിടെയുള്ള ആളുകളുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണത്. ടിപ്സ് കൊടുക്കുക എന്നുള്ളത്. കൊടുത്തില്ലെങ്കിലാണ് അവർക്കത് റൂഡായിട്ട് തോന്നുന്നത്. ഇത് സിറ്റിയിലെ ഒരു കൾച്ചറാണത്. അത് പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. കാരണം വെച്ചാൽ ലണ്ടനിലാണെങ്കിൽ നമ്മൾ കറക്റ്റ് കൊടുക്കുക, ഒരു ഫീ പോലും അവർ തിരിച്ചു തരും. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ലണ്ടൻ വെച്ച് നോക്കുമ്പോൾ. ഇവിടെ ഈ ന്യൂയോർക്ക് എന്ന് പറയുന്നത് ഒരു 10 കമ്പയർ ചെയ്യുവാണെങ്കിൽ 10 മാക്സിമം ആണെങ്കിൽ ഞാനൊരു 4 പോയിൻറ്റ് കൊടുക്കും ഇവിടെ ന്യൂയോർക്കിൽ. ലണ്ടൻ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ദ ബെസ്റ്റ് സിറ്റി നോക്കിയാൽ അറ്റ്ലീസ്റ്റ് 8 ഉണ്ട്. ഇവിടെ ഒരു 4 പോയിൻറ്റ്സ് ഞാൻ കൊടുക്കുള്ളൂ. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ ഭയങ്കര നോയ്സിയാണ്. പിന്നെ ഡ്രഗ്സിൻ്റെ കാര്യം പറയണ്ട. ഈ കനാബീസിൻ്റെ മണം എല്ലായിടത്തും ഭയങ്കരമാണ്. അത് യങ്സ്റ്റേഴ്സും അല്ലാത്തവരും ഒക്കെ അതിങ്ങനെ വലിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇവിടെയാണ് അലൗഡാണ്. അപ്പോൾ ഇങ്ങനത്തെ ഷോപ്പുകൾ എല്ലായിടത്തും കാണാം. എവിടെ നോക്കിയാലും അങ്ങനത്തെ ഷോപ്പുകൾ ഈസി ആയിട്ട് അത് വാങ്ങിക്കാൻ പറ്റും. സാധാരണ നമ്മൾ കടയിൽ നിന്ന് ഒരു ചോക്ലേറ്റ് വാങ്ങിക്കുന്ന പോലെയാണ് അവരത് വാങ്ങിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് സ്മോക്ക് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ലഹരിയിലാണ്. പിന്നെ ഈ ബെഗേഴ്സ് ഒന്നും പറയണ്ട, സമ്മതിച്ചു കൊടുക്കണം. ബാഗൊക്കെ നിലത്ത്, അവിടെയൊക്കെ യുകെയിലൊക്കെ ആണെങ്കിൽ ലണ്ടനിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് എത്രയോ പ്രാവശ്യം നമ്മൾ ഹെവി ആയിട്ടുള്ള ബാഗ് ചുമന്നുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിലത്ത് വെക്കാറുണ്ട്. നിലത്ത് വെച്ചിട്ട് നമ്മൾ ഇച്ചിരി റിലാക്സ് ഇരിക്കാറുണ്ട്. ഇവിടെ അങ്ങനെ നമ്മളങ്ങനെ നിലത്ത് വെച്ചിട്ടൊക്കെ ഇരുന്ന സമയത്ത് പല പ്രാവശ്യം പതുക്കെ വന്നിങ്ങനെ അത് ഗ്രാബ് ചെയ്യാനുള്ള ഒത്തിരി പ്രാവശ്യം നോക്കി. പിന്നെ ഇങ്ങനെ ബെഗേഴ്സ് വന്ന് ഇങ്ങനെ കൈ നീട്ടൽ ഒന്നും പറയണ്ട. ചുരുക്കി പറഞ്ഞാൽ ന്യൂയോർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. ഈ വലിയ ബിൽഡിങ്ങുകളും ആ ഭംഗിയൊക്കെ ഓക്കെ.
പിന്നെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് പറയേണ്ട ഒരു 1000 ഉണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് മീൻസ് നെക്സ്റ്റ് അടുത്തടുത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസ്റ്റോറൻറ്റ്സ് ആണ്. അന്ന് ഒത്തിരി വിലയില്ലാത്തതുകൊണ്ട് ഒത്തിരി വില കൂടിയ റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. ഷോപ്പിങ്ങൊക്കെ ഒത്തിരി ഷോപ്പ് ചെയ്യാനൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണ്. സാധനങ്ങൾക്കൊക്കെ ഒത്തിരി വിലയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ വലിയ മീൻസ് കമ്പനി സാധനങ്ങൾക്ക് അത്യാവശ്യം നല്ല വിലയാണ് താനും. പക്ഷേ ഷോപ്പിംഗ് ചെയ്യുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ എന്താ പറയുക, മൊത്തത്തിൽ നോട്ട് എ ഗുഡ് എക്സ്പീരിയൻസ്. ഇതൊരു സ്വർഗതുല്യമായ ഒരു സ്ഥലമല്ല. വൺസ് ജസ്റ്റ് കം ആൻഡ് സീ, ഓക്കെ, ഇറ്റ്സ് നോട്ട് എ ഗുഡ് പ്ലേസ് ടു ലിവ് അറ്റ് ഓൾ. UK-യിലൊക്കെ എപ്പോഴും നല്ലൊരു സൈലന്റ് അറ്റ്മോസ്ഫിയറാണ് പബ്ലിക് പ്ലേസുകളിലെല്ലാം ഉള്ളത്. പ്രത്യേകിച്ചും റോഡുകളിലൊക്കെ ആണെങ്കിൽ അനാവശ്യമായി ഹോൺ അടിക്കുന്ന രീതി എങ്ങുമില്ല. നോയിസ് പൊല്യൂഷൻ പരമാവധി ഇല്ലാതാക്കുന്ന രീതിയിൽ ആ ഒരു സിസ്റ്റമാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ഇവിടെ ന്യൂയോർക്കിൽ വന്നു കഴിഞ്ഞാൽ വാഹനങ്ങളെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഹോൺ അടിക്കുകയും വലിയ ഒരു നോയിസ് പൊല്യൂഷനാണ് എല്ലായിടത്തും ഉള്ളത്. ഇത് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കേരളത്തിലാണെങ്കിലും റോഡുകളിൽ വളരെയധികം ഹോൺ അടിക്കുന്ന ഒരു ട്രെൻഡ് നമുക്ക് എല്ലായിടത്തും കാണാമെങ്കിൽ അനാവശ്യമായി ഹോൺ അടിക്കുന്ന ട്രെൻഡ് കാണാനായി സാധിക്കും. എന്നാൽ വികസിത രാജ്യങ്ങളിലൊക്കെ പരമാവധി നോയിസ് കുറയ്ക്കുന്നതിന് വേണ്ടി, ശബ്ദ മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി ജനങ്ങൾ അനാവശ്യമായി ഹോൺ അടിക്കാറില്ല. ട്രാഫിക് ബ്ലോക്കുകളിൽ പെട്ടാൽ വെറുതെ ഹോൺ അടിച്ച് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതി എങ്ങുമില്ല. UK-യിലാണ് ജനങ്ങൾ ഇത് വളരെ നന്നായി ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതെങ്കിൽ ന്യൂയോർക്കിൽ വരികയാണെങ്കിൽ വളരെ വ്യത്യസ്തമായ രീതിയാണ് ഇവിടെ. ഇത് ധാരാളം IT കമ്പനികളും പ്രധാന കമ്പനികളുടെ ഹെഡ്ക്വാർട്ടേഴ്സും എല്ലാം ഇവിടെയുണ്ട്. ആപ്പിൾ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ തുടങ്ങി പ്രധാനപ്പെട്ട കമ്പനികളുടെ എല്ലാം പ്രധാന കേന്ദ്രം കൂടിയാണ് ന്യൂയോർക്ക്. ഇവിടെ ജോലി ചെയ്യുന്നതിൽ നല്ലൊരു ശതമാനവും ഇന്ത്യയിൽ നിന്നുള്ളവർ തന്നെയാണ്. ധാരാളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നതാണ് IT മേഖല, സോഫ്റ്റ്വെയർ മേഖല, എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള പ്രധാന കാറ്റഗറികളിലെല്ലാം. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെയല്ല പലരും സെറ്റിൽ ചെയ്യുന്നത്. ഇവിടെ നിന്ന് കുറച്ച് മാറുകയാണെങ്കിൽ നമുക്ക് കാണാവുന്ന അത്രയും ദൂരത്തിലാണ് ന്യൂജേഴ്സി ഉള്ളത്. ന്യൂജേഴ്സിയിലോട്ട് ഇതുപോലുള്ള ജങ്കാറുകളുണ്ട്, ഇതുപോലെ ചെറിയ ബോട്ട് സർവീസുകളുണ്ട്, അതല്ലെങ്കിൽ ഇതിൽ ടണലിലൂടെ യാത്ര ചെയ്യാൻ പറ്റിയ റോഡുകളുണ്ട്. ആ രീതിയിൽ അവിടെ താമസിക്കുകയും പിന്നീട് അവരിവിടെ വന്ന് ജോലി ചെയ്ത് അവരുടെ വീട്ടിലോട്ട് തിരികെ പോവുകയാണ് ചെയ്യുക. അതല്ലെങ്കിൽ ചിലവ് കുറഞ്ഞ സ്ഥലങ്ങളിൽ താമസിച്ചുകൊണ്ട് 1/4 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ജോലിക്ക് എത്തുന്നവരുമാണ് വളരെയധികം ഇവിടെയുള്ളത്. ഇവിടെ സെറ്റിൽ ചെയ്തിരിക്കുന്നവരുടെ കാര്യത്തിലും ആ ഒരു രീതിയാണ് പലപ്പോഴും അവർ സ്വീകരിക്കുക. ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ വീട് വാങ്ങി സെറ്റിൽ ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഇതുപോലെ ധാരാളം തിയേറ്ററുകളുണ്ട്. ഹാരി പോട്ടർ ആണ് ഇപ്പോൾ ഇവിടെ പ്ലേ ചെയ്യുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള തിയേറ്ററുകളാണിത്. ഇവിടെ വലിയ റെസ്റ്റോറൻറ്റുകളും ചെറിയ റെസ്റ്റോറൻറ്റുകളും എല്ലായിടത്തും നമുക്ക് കാണാനാകും. ഇതുപോലെ ചെറിയ പെട്ടിക്കടകൾ വളരെ കോമൺ ആണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ചെറിയ സ്ട്രീറ്റുകളിലൊക്കെ പോകുന്നത് പോലെ തന്നെ ധാരാളം ചെറിയ പെട്ടിക്കടകളുണ്ട്. അവിടെയെല്ലാം ഫുഡ് വിൽക്കുന്ന രീതിയുണ്ട്. UK-യിൽ നമുക്ക് എങ്ങും തന്നെ ഈ ഒരു രീതി നമുക്ക് കാണാനായി സാധിക്കില്ല. അവിടെ ഫുഡ് ഹൈജീൻ റേറ്റിങ്ങിനൊക്കെ വലിയ പ്രാധാന്യം നൽകുന്ന രാജ്യമാണ് UK. യാതൊരു രീതിയിലും ഫുഡ് പോയിസൺ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിന്റെ ശക്തമായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ ആ ഒരു രീതി നമുക്ക് കാണാനാകില്ല. വഴി സൈഡിലെല്ലാം ഇതുപോലെ ഫുഡ് വിൽക്കുന്നത് നമുക്ക് കോമൺ ആയിട്ട് കാണാം ന്യൂയോർക്കിലെ പ്രധാന സിറ്റികളിലെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ ആൻസർ ചെയ്യാം. മറ്റൊരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.